മറൈൻ ഡ്രൈവിൽ നിന്ന് ആരംഭിച്ച് ആലുവയിൽ സമാപിച്ച രണ്ടാം ദിന പര്യടനത്തിന്റെ ഭാഗമായത് നൂറുകണക്കിന് ആളുകൾ. ലഹരിക്കും അക്രമത്തിനുമെതിരായ SKN40 കേരള യാത്ര ജനമനസ്സുകളിൽ പുത്തൻ പ്രതീക്ഷയാവുകയാണ്. ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ശരിക്കും ലഹരി കൂടി വരികയാണ് ചെയ്യണേ. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന അത്രയും അതിന് എതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുക അത്ര. ഇന്ന് പിടിക്കുന്നു വൈകുന്നേരം ആകുമ്പോൾ ജാമ്യത്തിൽ ഇറങ്ങുന്നു. നമ്മുടെ നിയമങ്ങൾ പൊളിച്ചെഴുതണം. പണ്ട് കാലത്ത് ഇത്തരം മയക്കുമരുന്നുകളില്ല, ഇത്രയും ആഭാസ തരങ്ങളില്ലാത്ത കാലത്ത് എഴുതിയുണ്ടാക്കിയ നിയമങ്ങൾ കാലത്തിന് അനുസൃതമായിട്ട് മാറ്റി എഴുതാം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ, എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന തുടങ്ങിയവർ ലഹരി വിരുദ്ധ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒപ്പം ചേർന്നു. അപ്പോൾ രാസലഹരിയുടെ ഉപയോഗം പലയിടത്തുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളത് അനുവദിച്ചിട്ടേ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇത് കുറയ്ക്കാൻ വേണ്ടിയും മറ്റത് തടയാൻ വേണ്ടി കുറേ പദ്ധതികൾ കൊച്ചി സിറ്റി പോലീസ്, കേരള പോലീസ് എടുക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാന ഭരണം ഇത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ടാണ് ഇത് എടുത്തത്. കൊച്ചി മെട്രോ MD ലോക്നാഥ് ബെഹ്റയും കേരള യാത്രയുടെ ഭാഗമായി. പിന്നെ എൻഫോഴ്സ്മെന്റ് നല്ലതായിട്ട് ചെയ്യണം, പിന്നെ അവയർനെസ് പ്രോഗ്രാം ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു പ്രൊഫഷണൽ കാര്യമാണെങ്കിൽ പാരന്റ്സ് കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയാൽ കുറച്ചോ അതവർ വിട്ടുകൊടുക്കേണ്ട. ആലുവയിൽ നടന്ന പൊതുസമ്മേളനത്തിലും വൻ ജനപങ്കാളിത്തം. അദ്ദേഹത്തിന്റെ മാധ്യമ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാക്കിയെടുക്കുക എന്ന് വെച്ചാൽ ഒത്തിരി പുതിയ തലമുറക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ആ ശൈലിയും അദ്ദേഹത്തിന്റെ ഇടപെടലും ഒക്കെ ഒരു മാതൃകയാക്കിയെടുക്കാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. എന്തായാലും നമുക്ക് ഈ ലഹരിക്കെതിരെ പോരാട്ടം അത് ഇന്ന് നാട് ആഗ്രഹിക്കുന്നൊരു കാര്യം. കാരണം കഴിഞ്ഞ നിയമസഭയുടെ അകത്തും പുറത്തുമൊക്കെ ഞങ്ങൾ ഈ വിഷയം വളരെ ശക്തമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലിയിൽ പര്യടനം പൂർത്തിയാക്കും. മറ്റന്നാൾ തൃശൂർ ജില്ലയിലാണ് പര്യടനം.